യെസ് ബൺ. ഞങ്ങൾ കട്ട് മിസൈൽ വിടാൻ പോവാ. ആ വിട്ടോ, വല്ലവന്റെ ഉച്ചി വീഴല്ലേ. നോ സർ. റെഡി? യെസ് സർ. 5 4 3 2 1 0. ഓടിക്കടാ. അയ്യോ എന്താ അപ്പോ തുണിക്ക് തേപ്പ് പിടിച്ചോ? വേഗം വാ. Oh God. My clothes. My clothes. എന്റെ clothes ഒക്കെ പോയി. എന്റെ ചുരിദാർ എവിടെ? My clothes. അയ്യോ. അവിടുത്തെ ആറാം പറഞ്ഞതിന്റെ പണിയാ. അയ്യോ എന്റെ നൈറ്റി. Sorry auntie. It's all right my sweetie. മറിയ. Uncle എബടാ? മറിയ. ഞാൻ പോട്ടെ. പക്ഷേ മറിയ വരുന്നില്ലാന്ന്. അവളോട് ഒന്ന് ജ്യൂസ് കുടിക്കാൻ പറ. ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ. നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താലേ കുടിക്കൂന്ന്. മറിയ. ടൊമാറ്റോ ജ്യൂസ്. എനിക്ക് വേണ്ട. അത് പറ്റത്തില്ല. ഓ ഇറ്റ്സ് എ ഫോൺ. ഹലോ. ഹായ് അങ്കിൾ ബാൻ. വെൽക്കം വെൽക്കം. ഈ അയൽക്കാരെ ഓർമ്മയുണ്ടല്ലോ? അയൽക്കാരെ സ്നേഹിക്കണമെന്നാണല്ലോ. ഇറ്റ്സ് എ ഫോൺ. ഇറ്റ്സ് എ ടെലിഫോൺ. ആദ്യമായി വീട്ടിൽ വരുമ്പോ ഞാൻ എന്താ തരുന്നത്? നോ 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 അങ്ങനെ പറയരുത്. നോ 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 സം സോഫ്റ്റ് ഡ്രിങ്ക്സ്, ലിംക, പെപ്സി, ഫ്രൂട്ടി. നോ നോ. Then I have champagne specially made for you. Specially made for me? Yeah. No 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 no. No അങ്ങനെ no പറയരുത്. no. Please uncle. Hey no no. Hey no no. Please Margaret. Hey please. My sweet no. No Charlie, it's a pleasure. Oh. Here it is. No no. Please. No no. Please ബാൻ. No no. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇവിടെ വന്നാ നേരിട്ട് കാണാം. ഈ കാര്യത്തിൽ കുട്ടി എന്താ ഇത്ര താല്പര്യം കാണിക്കുന്നേ? എനിക്ക് നിങ്ങളെ ഇഷ്ടമായതുകൊണ്ട് നിങ്ങളെങ്കിലും രക്ഷപ്പെടാൻ. ഇതാ ഗീത ഗീത ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഗീതേ. എനിക്കൊന്നും കേൾക്കണ്ട. ഗീത നീ വിചാരിക്കുന്ന പോലൊന്നുമില്ല, യാതൊന്നുമില്ല. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? I don't need any damn explanation. ഞാൻ കണ്ടു, എനിക്ക് മനസ്സിലായി. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. നീ എന്തായി പറയുന്നത്? നിങ്ങൾക്ക് ഞാൻ ഈ ലോകത്തുള്ള ഏത് സ്ത്രീ ഒരുപോലെ, അതിനപ്പുറം ഞാൻ ആരുമല്ല. എനിക്കൊരു സ്ഥാനമില്ല. എന്നെ വിട്ടേര്. ഒരിക്കലും അങ്ങനല്ല, നീ അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ ആരെ രക്ഷിച്ചു? നശിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഗീത ഇതിന് ഉത്തരം ആശയോട് നിങ്ങൾ പറഞ്ഞില്ല. തെറ്റുപറ്റിയത് എനിക്കാ. ഞാനൊരു ഫൂളാ, ഇഡിയറ്റ്. ഇതിനു മുൻപ് ഇതുപോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കൂടുതൽ വേർത്തിട്ടുണ്ട്. അവരുടെ
പക്ഷെ എനിക്ക് അങ്ങനെ മറക്കാൻ കഴിയില്ല. എനിക്ക് കഴിയും. ഈ നിമിഷം മുതൽ നിങ്ങളെ ഞാൻ മറക്കും. എന്റെ കോൺട്രാക്ട് തീരാൻ ഇനി 4 ദിവസം ബാക്കിയുള്ളൂ. ആ 4 ദിവസം ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? ഗുഡ് ബൈ. ഗീത, നീ എന്നെ ഒന്ന് കേൾക്കാൻ പോലും നിന്നില്ല. എനിക്കറിയാം, എന്നെ മനസ്സാക്ഷിക്കറിയാം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ വേദനിക്കണം. കരയുന്നത് എനിക്ക് കാണണം. കാരണം നിങ്ങൾ സ്വാർത്ഥനാണ്. സ്നേഹത്തിന്റെ രുചി നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതല്ല. ചേച്ചി എന്തിനാ അങ്കിളിനെ വിഷമിപ്പിക്കണേ? പോടിയകത്ത്. ഹായ് വിമല, നീ എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. കുമാരെ ഒന്ന് സ്റ്റാൻഡ് വെച്ചേ. Oh yes. താങ്ക് യു. Oh, it's all right. ഹായ്. ഹായ്, എവിടെയായിരുന്നു? എവിടെ രാക്ഷസമരം? അക്ഷസമരമല്ലടാ, രാക്ഷസമരം. ഇതാ, ഞാൻ നിങ്ങളിവിടെ പ്രതീക്ഷിച്ചില്ല. ഇതാ പ്ലീസ്, കുറച്ച് സമയം ഇവിടെ വിട്ടിരുന്നോട്ടെ. ഞാൻ ഉടനെ വരാം. വിശ്വസിച്ചേപ്പിച്ചിട്ട് പോകാൻ വേറെ ആരുമില്ല. അതാ അങ്കിളെ രാക്ഷസമരം. നിർത്ത് നിർത്ത് നിർത്ത്. അയ്യോ, വിട്, വിട്. അയ്യോ, വായിച്ചില്ല. അയ്യോ അങ്കിൾ, അങ്ങോട്ട് കൊടുക്കല്ലേ. വിട്. ഇവിടെ വാ, നിന്റെ ഇതുകൊണ്ടായില്ല, ഇനി നിന്റെ വീട്ടിൽ കയറി ഞാൻ തല്ലും. കൊള്ളാൻ വന്നിരിക്കുന്നു. അടിച്ചെന്റെ മേലെ എന്റെ അനുവാദമില്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുത്. എന്റെ മമ്മി ഇനി വരട്ടെ. നിന്റെ മമ്മി അവരോട് എന്റെ തലവിട്ടോടി. അത് വരുമ്പോ കാണാം. അടിച്ചെന്റെ അടിക്കും. എന്നെ ഏൽപ്പിച്ച ജോലി ആത്മാർത്ഥമായി ഞാൻ ചെയ്തു. ആത്മാർത്ഥമായി.
വിനു, എടാ വിനു, വിനു. ചേച്ചി, 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 ചേച്ചി. ഗുഡ് ബൈ ഡാഡി. റോസി, 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 റോസി. ഇല്ല, ഒരിക്കൽ സംഭവിച്ചത് ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. പാടില്ല മോളെ. നിന്നെയെങ്കിലും എനിക്ക് രക്ഷിക്കണം മോളെ. മോളെ, നിന്റെ മുഖത്ത് നോക്കുമ്പോഴൊക്കെ 4 കണ്ണുകളാണ് ഞാൻ കാണുന്നത്. ഒരേ പ്രായത്തിലുള്ള 4 കണ്ണുകൾ. എന്റെ റോസിക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കരുത്. അത് മാത്രമായിരുന്നു കുട്ടി എന്റെ ആഗ്രഹം. മോളെ, ഒരു സത്യം ഞാൻ നിന്നോട് പറയട്ടെ. നിന്റെ റോസി ആന്റിയെ നശിപ്പിച്ചത് ഞാനല്ല. നിന്റെ റോസി ആന്റി കണ്ണാടിയിൽ എഴുതിയ വാക്കുകൾക്ക് റോസാപ്പൂവിന്റെ ഗന്ധമായിരുന്നു. പക്ഷെ മറ്റുള്ളവർക്ക് അത് എനിക്കെതിരെയുള്ള അവളുടെ മരണമൊഴിയായിരുന്നു. മറുത്തൊന്നും പറയാതെ ഞാൻ ആ പാപമേറ്റു. എന്റെ റോസിയുടെ പരിശുദ്ധിക്ക് വേണ്ടി. അതായിരുന്നു മോളെ എന്റെ 14 വർഷത്തെ മൗനം. അങ്കിൾ, എന്നോട് ക്ഷമിക്കും അങ്കിൾ. എന്റെ നാക്കിൽ തീക്കട്ട വീണിട്ട്. പോട്ടെ മോളെ.